വീട്ടിലെ ജോലിയൊക്കെ കഴിയുമ്പോഴേ നത്തോലി മീനുമായിട്ട് വാങ്ങി വരുന്ന കെട്ടിയന്മാർ മിക്ക വീട്ടിലും ഉണ്ടാവും അല്ലേ. അപ്പോൾ നമുക്കൊന്നിട്ട് കൊടുക്കാനൊക്കെ തോന്നുമെങ്കിലും ഇനി അങ്ങനെയൊന്നും കൊടുക്കണ്ട കേട്ടോ. ഒത്തിരി ഗുണങ്ങളുള്ള സംഭവമല്ലേ. ഇത് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാനുള്ള സംഭവമാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഞാൻ ഈ രീതിയിലാണ് ഇത് ക്ലീൻ ചെയ്തെടുക്കാറുള്ളത്. അതാകുമ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നമുക്ക് ഇതിൽ മുള്ളുണ്ടോ എന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ. തലയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ കിള്ളി എടുക്കുന്നവരും ഉണ്ട്. അങ്ങനെ ആയാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ കത്രിക വെച്ച് ചെയ്യുന്നതാണ് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് തോന്നാറുള്ളത്. എന്നിട്ട് നടുഭാഗത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നടുവിലെ മുള്ള് നമുക്കിങ്ങനെ എടുത്തങ്ങ് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ ഇനി കൊച്ചു കുട്ടിയൊക്കെ ആയാലും കൊടുക്കുന്നത് നമുക്ക് ഒട്ടും പേടിയില്ലാതെ കൊടുക്കാം. കുഞ്ഞു കുട്ടികളൊക്കെ ആകുമ്പോണ്ടല്ലോ ഇതിൽ മുള്ളുണ്ടാവും, നമുക്ക് നോക്കി നോക്കി കൊടുക്കാൻ ഭയങ്കര പാടാണ്. ഇനി വലിയ ആളൊക്കെ ആയെങ്കിൽ ആ മുള്ളടക്കം കടിച്ചങ്ങ് തിന്നു കഴിഞ്ഞാൽ ഒത്തിരി ബെനിഫിറ്റ്സ് ഉള്ളതാണ്, ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. പക്ഷെ ഞാൻ മോൻ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എപ്പോഴും പേടിയുണ്ടായിരുന്നത് ഈ ഒരു മുള്ളിൻ്റെ കാര്യമാണ് കേട്ടോ. ഇപ്പം അവന് നല്ല പല്ലൊക്കെ വന്നതുകൊണ്ട് ആ സീനില്ല. എന്നാലും ഒരു വയസ്സൊക്കെ കഴിഞ്ഞ് 1.5 വയസ്സിൻ്റെ ആ ഒരു ടൈമിലുണ്ടല്ലോ ഇത് കൊടുക്കാൻ ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ ഒരുപാട് ഗുണമുള്ളതാണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ കൊടുക്കും എന്നുള്ളത് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ ഈ നത്തലിൻ്റെ മുള്ളൊന്നും കളഞ്ഞിട്ടായിരുന്നില്ല കേട്ടോ എടുക്കാറുള്ളത്. കാരണം കുഞ്ഞു കുട്ടികളൊന്നും ഇല്ലാത്ത സമയത്ത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. നല്ല നീറ്റായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇനി ഇത് വെച്ചൊരു റെസിപ്പി നമുക്ക് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എങ്ങനെ ബൈ.